ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ചെയ്യുന്നത് CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ഈ വരുന്ന ജൂൺ അറ്റംപ്റ്റിൽ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നല്ല ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യാവോ, ഇതുവരെ തുടങ്ങിയിട്ടില്ല, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനില്ല, ആകെ ടെൻസ്ഡ് ആണ്, എന്ത് ചെയ്യണം, വളരെ കുറച്ച് ടൈമല്ലേ ഇനിയുള്ളൂ, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഒത്തിരി എൻക്വയറി വന്നു. ക്വസ്റ്റ്യൻ അറിയില്ല, എങ്ങനെ ചെയ്യണം എന്നറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫെമിലിയർ അല്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മറ്റ് സബ്ജക്റ്റുകളെ പോലെയല്ല, കുറച്ചും കൂടി ഒന്ന് ആപ്ലിക്കേഷൻ ലെവൽ ഒന്നും കൂടി ഒന്ന് കൂട്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാറുള്ളത്. ബാക്കി സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റിലുള്ള മോഡൽസും അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ മാനേജ്മെൻറ്റിൽ അങ്ങനെ തന്നെയാണ്, പക്ഷേ ഒന്നും കൂടി ടൈറ്റ് ആക്കിയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. കാരണം ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാത്രമാണ്. സോ ഈ സബ്ജക്റ്റ് എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. വെറും 10 ചാപ്റ്റേഴ്സ് ഈ ഒരു സബ്ജക്റ്റിനകത്തുള്ളൂ, പക്ഷേ പലരും അത് മാറ്റി വെക്കാറുണ്ട്. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു 11 അവേഴ്സ്, വെറും ഒരു 11 അവേഴ്സ്, അതായത് ഒരു 11 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടോ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സേഫ് ആയിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുകയാണ്. കാരണം ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എടുക്കുന്നത് എന്നുള്ളത് പറയാം. ഈ 11 മണിക്കൂറുള്ള സെഷനകത്ത് നിങ്ങൾക്ക് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ഒരു 11 മണിക്കൂറല്ലേ എന്ന് കരുതി ഞാൻ ഒന്നും വിട്ടിട്ടില്ല. എല്ലാ ചാപ്റ്ററും ഇൻ ഡീറ്റെയിൽ തന്നെ എടുക്കുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 4 അറ്റംപ്റ്റിലെയും പ്രീവിയസ് ഇയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി MCQs നിങ്ങൾക്ക് സെപ്പറേറ്റ് PDF ആക്കി അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുകയാണ്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ, മാക്സിമം ജോയിൻ ചെയ്യുക. ഇനി കറക്റ്റ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 9 days ആണുള്ളത്. അപ്പോൾ ഈ 9 ദിവസം പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു 2 hours വെച്ച് സ്പെൻഡ് ചെയ്താൽ നമുക്ക് 5 days കൊണ്ട് ഇത് തീർക്കാനായിട്ട് പറ്റും. സോ മാക്സിമം നിങ്ങൾ ഇരിക്കുക. ഇനി 9 days ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം ഈ മാനേജ്മെൻറ്റും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ മാനേജ്മെൻറ്റ് സേഫ് ആയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ പഠിക്കുന്ന കാര്യം ക്ലിയർ ആയിരിക്കണം. ഒരു തവണ പഠിച്ച് ജസ്റ്റ് കളയാതെ ഒരു 2 തവണ ഈ ഒരു ടൈം പീരീഡിൽ അതൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ദെൻ എക്സാമിൻ്റെ തലേ ദിവസം നമുക്കുണ്ട്, ആ ടൈമിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എല്ലാം കൂടി ഒന്ന് റീഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് വൺ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എടുക്കുന്നുണ്ട്. ആ ചാപ്റ്റർ എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കുന്നതാണ്. സോ അതെടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. എല്ലാ അറ്റംപ്റ്റും 7 മാർക്ക് വരുന്നതാണ്, അതെടുക്കുന്നുണ്ട്. ദെൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അതും എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്ക് വരുന്നതാണ്, അതും ഞാൻ എടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വന്നിട്ട് നമുക്ക് 7 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. എല്ലാ തവണയും 7 മാർക്ക് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു അറ്റംപ്റ്റിൽ മാത്രം 21 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 14 മാർക്കിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജും കൂടി വന്നു, പ്ലസ് ഈ 7 കൂടി വന്നു. അത് ഒരു അറ്റംപ്റ്റിൽ മാത്രമാണ്. സോ ഞാൻ അത് പറയുന്നില്ല, നിങ്ങൾ ഈ 7 മാർക്ക് കൂട്ടിയാൽ മതി. ദെൻ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് വരാറുണ്ട്. പ്ലസ് 14 മാർക്കിൻ്റെ ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനും എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു തവണ മാത്രം ഈ 14 മാർക്ക് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഈ ബഡ്ജറ്റ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വന്നിരുന്നു. സോ എങ്ങനെ പോയാലും ഈ ചാപ്റ്ററിന് 21 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഇൻ കേസ് ഇതിൽ നിന്ന് വന്നില്ലെങ്കിൽ അത് ഇതിൽ നിന്ന് വരും. ഓക്കെ, അതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോസ്റ്റ്ലി ബഡ്ജറ്റിംഗ് തന്നെയാണ് ചോദിക്കുന്നത്, ക്യാഷ് ബഡ്ജറ്റാണ് ചോദിക്കുന്നത്. സോ അതെടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നതാണ്, അത് 7 മാർക്ക്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിവിഷണൽ പെർഫോമൻസ് എടുത്തിട്ടുണ്ട്, അതും എല്ലാ അറ്റംപ്റ്റിലും നമുക്ക് 7 മാർക്കിന് ചോദിക്കുന്നതാണ്, അതെടുത്തു. ദെൻ ഡിസിഷൻ തിയറിയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് എപ്പോഴും 7 മാർക്കിന്, അതും എടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഇത്രയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഇത്രയും ചാപ്റ്റേഴ്സ് 11 അവേഴ്സിൽ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരുന്നൊരു സെഷനാണ്. ഇത് ഞാൻ റെഗുലറായിട്ട് എടുത്തിരിക്കുന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് എടുത്ത് തീർക്കുകയോ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാതെ അങ്ങനെ ഒന്നുമല്ല. ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും പറയുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 10 to 12 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബഡ്ജറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 25 ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലും ഏകദേശം 25-30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിലും മാക്സിമം ആക്ടിവിറ്റി ബേസ്ഡ് ആയാലും 15 ക്വസ്റ്റ്യനോളം ഉണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് തരും. പ്ലസ് പ്രീവിയസ് ഇയർ കഴിഞ്ഞ 4 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. MCQ തരുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ക്ലാസ്സസ് എടുത്തേക്കുന്നത്. 11 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സോ 11 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. സോ ക്ലാസ്സസ് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് കിടപ്പുണ്ട്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഫീ വരുന്നത്
650 ആണ്. 650 റുപ്പീസാണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് വർത്തായിരിക്കും, കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. 11 മണിക്കൂറിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സബ്ജക്റ്റ് സേഫ് ആവുമല്ലോ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഒരിക്കലും നിങ്ങൾക്ക് മാനേജ്മെൻറ്റോ മറ്റ് സബ്ജക്റ്റുകളോ കിട്ടില്ല. ഞാൻ എല്ലാ സബ്ജക്റ്റും 650ക്കാണ് കൊടുക്കുന്നത്. ടാക്സേഷൻ ഇപ്പോൾ ഓഫറിൽ 600ന് കൊടുക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ ഇപ്പോൾ ഈ സബ്ജക്റ്റ് എന്നല്ല, ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പർട്ടിക്കുലറായിട്ട് ആ സബ്ജക്റ്റിൻ്റെ നെയിം മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. സോ ഞാൻ നിങ്ങളോട് എഗെയിൻ പറയുകയാണ്, 11 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ടോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സേഫ് ആയിരിക്കും. ഈ 8 പേപ്പേഴ്സ്, ഈ 8 ചാപ്റ്റേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഞാൻ എഗെയിൻ പറയുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തരുന്നുണ്ട്. പ്രീവിയസ് ഇയർ 4 അറ്റംപ്റ്റ് തരുന്നുണ്ട്, MCQ തരുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ക്ലിയർ ആക്കി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാം, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയിപ്പോൾ എക്സാക്റ്റ് നോക്കുകയാണെങ്കിൽ 9 ദിവസമാണുള്ളത്. ആ 9 ദിവസം അതായത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ മാനേജ്മെൻറ്റിന് അതിൽ നിന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ 9 ദിവസമുണ്ട്. അപ്പോൾ ബാക്കി സബ്ജക്റ്റുകൾ 3 സബ്ജക്റ്റുകൾ നിങ്ങൾ ഫോക്കസ് കൊടുത്തു. അതിനോടൊപ്പം എല്ലാ ദിവസവും ഒരു 2.5 അവർ വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് തീരും, 5 ദിവസം കൊണ്ട് തീരും. ദെൻ 4 ദിവസം നിങ്ങൾക്ക് റിവൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 1 ടൈം റിവിഷൻ എന്തായാലും നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം പഠിക്കുമ്പോൾ 1 ടൈം റിവിഷൻ അവിടെ തീരും. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ആ 4 ദിവസത്തിൽ ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ എക്സാമിന് മുമ്പ് 2 തവണ നിങ്ങളുടെ കയ്യിൽ മാനേജ്മെൻറ്റ് സേവ് ആയിരിക്കും. പിന്നെ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം. സോ ഇങ്ങനെയാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ ചോദിക്കാം. പക്ഷേ പ്രോപ്പറായിട്ട് ഇങ്ങനെ ടൈം അലോട്ട് ചെയ്തിരിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ഒരു 14 അവേഴ്സ് 15 അവേഴ്സ് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് പ്രോപ്പർ റിവിഷൻ എല്ലാത്തിനും തീർക്കാൻ പറ്റത്തില്ല. സോ മാക്സിമം നിങ്ങളിത് യൂസ് ചെയ്യുക. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അത് ഈ സബ്ജക്റ്റ് എന്നല്ല, ഏത് സബ്ജക്റ്റ് ആയാലും മെസ്സേജ് ചെയ്താൽ മതി. ടാക്സേഷന് ഇപ്പോൾ ഒരു ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് 600 ഓഫർ പ്രൈസ് ഞാൻ കൊടുത്തതാണ്, ബാക്കിയെല്ലാം 650 ആണ്. ഞാൻ എഗെയിൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു പെട്ടെന്ന് ചെയ്തൊരു ഇതൊന്നുമല്ല. മുന്നേ ഞാൻ ചെയ്ത റെഗുലർ ക്ലാസ്സസ് ആണ്. സോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. പെട്ടെന്ന് പറയുന്നതോ ഒന്നുമല്ല, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തരുന്നുണ്ട്. സോ മാനേജ്മെൻറ്റ് ഒരു റെഗുലർ ആയിട്ടുള്ളൊരു കൺസേൺ കേട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി ഇതിൽ മെസ്സേജ് ചെയ്താൽ മതി, നമുക്കത് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഏത് സബ്ജക്റ്റ് ആയാലും ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ മാനേജ്മെൻറ്റിനാണ് ശരിക്കും പറഞ്ഞത്, മാനേജ്മെൻറ്റിനും ഏകദേശം ലോയ്ക്ക് മാത്രമാണ് ഈ ഒരു 11-12 അവേഴ്സിൻ്റെ ഇത് വരുന്നത്. ബാക്കിയൊക്കെ ഒരു 24 അവേഴ്സിൻ്റെ സെഷനാണ് വരുന്നത് എല്ലാ സബ്ജക്റ്റും. ഇത് രണ്ടും മാത്രം ഒരു 12 അവേഴ്സ് സെഷനാണ് വരുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ എടുക്കുന്ന പാറ്റേണും കൂടി നമ്മൾ അറിയണം. സോ അതൊക്കെ ഞാൻ മുന്നേ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാലും ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ മാക്സിമം യൂസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട് ഒരിക്കലും കിട്ടത്തില്ല, കാരണം എല്ലാ ക്ലാസ്സസും നല്ല റേറ്റാണ്, അതെനിക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ നോട്ട്സും എല്ലാം ക്ലിയർ ആയിട്ട് തരും. സോ മാക്സിമം യൂസ് ചെയ്യുക. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് എല്ലാവരും പഠിക്കുക, മാക്സിമം റിവിഷൻ ചെയ്യുക. വരുന്ന അറ്റംപ്റ്റിൽ എല്ലാവരും നന്നായിട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.